ശ്രീ മനോജ് ജോർജ് വയലിനിൽ മാസ്മരിക സംഗീതമുതിർക്കുന്ന മാന്ത്രിക വിരലുകൾക്കുടമ, ലോകോത്തര വേദികളിൽ നാദവിസ്മയം തീർക്കുന്ന സംഗീതജ്ഞൻ, ഗ്രാമി അവാർഡ് വേദിയിലെത്തുന്ന ആദ്യ മലയാളി, ഫോർ സ്ട്രിങ്സ് വേൾഡ് ഫ്യൂഷൻ ബാൻഡിന്റെ ജീവാത്മാവ്, മനോജ് ജോർജ് സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ സ്രഷ്ടാവ്, നിയന്താവ്. വിശേഷണങ്ങൾ തീരുന്നതേയില്ല. തൃശൂർ ജില്ലയിലെ ഒളർക്കരയിൽ ജോർജ് ചിറ്റിലപ്പള്ളിയുടെയും റോസിയുടെയും മകനായി ജനിച്ച മനോജ് 13-ാം വയസ്സിൽ വയലിൻ കൈകളിലെടുത്തു. കുട്ടിക്കാലത്ത് നല്ലൊരു ഗായകനായിരുന്ന മനോജിനെ ആകർഷിച്ചത് പള്ളിയിലെ ഗായക സംഘത്തിലെ വയലിൻ നാദമായിരുന്നു. സംഗീതത്തിലുള്ള മകന്റെ താൽപര്യം തിരിച്ചറിഞ്ഞ ജോർജ് ചിറ്റിലപ്പള്ളി പ്രശസ്ത സംഗീതജ്ഞനും അധ്യാപകനുമായ ശ്രീ ലെസ്ലി പീറ്ററിനടുത്തേക്ക് മനോജിനെ കൊണ്ടുപോയി. മനോജ് ജോർജ് എന്ന ലോകപ്രശസ്ത വയലിനിസ്റ്റിന്റെ സംഗീതയാത്ര അവിടെ ആരംഭിച്ചു. സംഗീതത്തെ ഗൗരവമായി പിന്തുടരാൻ തീരുമാനിച്ച മനോജ് സെന്റ് അലോഷ്യസ് കോളേജിലെ ബിരുദ പഠന കാലത്ത് തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ സാംസ്കാരിക മന്ത്രാലയത്തിൽ നിന്ന് സ്കോളർഷിപ്പ് നേടിയെടുത്തു. തുടർന്ന് ചേതന മ്യൂസിക് അക്കാദമി ഡയറക്ടർ ഫാദർ തോമസ് ചക്കലമറ്റത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പോണ്ടിച്ചേരിയിലെത്തി സീനിയർ മേരി ജൂഡിറ്റിന്റെ മാർഗനിർദ്ദേശത്തിൽ 3 വർഷം വയലിൻ പഠിച്ച് ലൈസൻസ് സർട്ടിഫിക്കേഷൻ LTCL പൂർത്തിയാക്കി. ഇതോടൊപ്പം ഫിലോമിന തുമ്പുച്ചട്ടി, ഗലീന ഹൈഫെറ്റ്സ്, അരവിന്ദ് സാന്ത്വാൻ തുടങ്ങിയ പ്രമുഖരുടെ മാസ്റ്റർ ക്ലാസുകളിലും പങ്കെടുത്തു. L. സുബ്രഹ്മണ്യം, സ്റ്റെഫനി ഗ്രഫല്ലെ, ജാൻ ലൂക്ക് പോൻറ്റെ, ജോൺ മാക്, യാനി തുടങ്ങിയ ആഗോള പ്രതിഭകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മനോജ് ജോർജ് ജനപ്രിയ വയലിനിസ്റ്റ് എന്ന നിലയിൽ തന്റെ ആഗോള സഞ്ചാരത്തിന് തുടക്കം കുറിച്ചു. പാശ്ചാത്യം, പൗരസ്ത്യം എന്നീ ധാരകളോടൊപ്പം ഫ്യൂഷൻ, ഫോക്ക്, ജാസ്, ലാറ്റിൻ, ബ്ലൂസ്, ന്യൂ ഏജ് എന്നീ ശൈലികളുടെയും മനോഹരമായ സംലയനമാണ് മനോജിന്റെ സംഗീതം. ലോകമെമ്പാടുമുള്ള 3000-ലധികം വേദികളെ സംഗീത സാന്ദ്രമാക്കിയ ഇദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ വയലിൻ അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ കലാകാരനാണ്. ബ്രീത്ത് ലൈഫ് ഫോർ ഹെൽത്തി പീപ്പിൾ, ഹെൽത്തി പ്ലാനറ്റ് എന്ന WHO ആഗോള സമ്മേളനത്തിലായിരുന്നു ഇത്. 2009 ഫോർ സ്ട്രിങ്സ് വേൾഡ് ഫ്യൂഷൻ ബാൻഡ് എന്ന പേരിൽ ശ്രീ മനോജ് ജോർജ് രൂപീകരിച്ച മ്യൂസിക് ബാൻഡ് സ്വതന്ത്ര രചനകളും പ്രശസ്ത ഗാനങ്ങളും കോർത്തിണക്കി ലോകോത്തര കലാകാരന്മാരെ ചേർത്തിണക്കി നിരവധി പരിപാടികൾ ലോകമെമ്പാടും അവതരിപ്പിച്ചു വരുന്നു. തന്റെ അറിവും അനുഭവങ്ങളും പുതിയ തലമുറയുമായി പങ്കുവയ്ക്കണം എന്ന ആശയത്തോടെ 2009 ബാംഗ്ലൂരിൽ ആരംഭിച്ച മനോജ് ജോർജ് സ്കൂൾ ഓഫ് മ്യൂസിക് കാസവനഹള്ളി, സർജാപൂർ റോഡ് എന്നീ ശാഖകളിലേക്ക് വളർന്നിരിക്കുന്നു. തിരക്കേറിയ സംഗീതയാത്രയ്ക്കിടയിൽ സമയം കണ്ടെത്തി മ്യൂസിക് സ്കൂളിലെത്തുന്ന മനോജ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു. 2020 ശ്രീ മനോജ് രചിച്ച മൈ ജേർണി വിത്ത് വയലിൻ, വയലിൻ മെത്തേഡ് ഫോർ ബിഗിനേഴ്സ് എന്ന പുസ്തകം വയലിൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭ്യമായ ഏറ്റവും ലളിതമായ മാർഗരേഖയാണ്. ആഗോള പ്രസിദ്ധമായ ഈ സംഗീതയാത്രയിൽ നിരവധി പുരസ്കാരങ്ങൾ ശ്രീ മനോജ് ജോർജിനെ തേടിയെത്തി. 2015 വിൻസ് ഓഫ് സംസാരിക്ക് ലഭിച്ച ഗ്രാമി അവാർഡ്, 2022 ഡിവൈൻ ടൈറ്റ്സിന് ലഭിച്ച മികച്ച ന്യൂ ഏജ് ഗ്രാമി അവാർഡ്, 2023 ഡിവൈൻ ടൈറ്റ്സിന് ലഭിച്ച മികച്ച ഇമേഴ്സീവ് ഓഡിയോ ഗ്രാമി അവാർഡ് എന്നീ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഈ സംഗീത പ്രതിഭയുടെ കിരീടത്തിലെ പൊൻതൂവലുകളാണ്. ആബി റോഡ് സ്റ്റുഡിയോസ് ലണ്ടനിൽ ഫിൽഹാർമോണിക് ഓർക്കസ്ട്രയ്ക്കും വോക്സഫോണിക് കൊയറിനും വേണ്ടി വന്ദേ മാതരം സംഗീത സംവിധാനം ചെയ്തത് ഇദ്ദേഹത്തിന്റെ സംഗീതയാത്രയിലെ മറ്റൊരു നാഴികക്കല്ലാണ്. മനോജ് ജോർജിന് സംഗീതം കേവലം വിനോദോപാധിയല്ല, പ്രകൃതി, സഹജീവിതം, മാനവികത മുതലായ സാർവലൗകിക സന്ദേശങ്ങൾ കൈമാറാനുള്ള മാധ്യമമാണ്. ദേശീയ അവാർഡ് നേടിയ ഖരാക്ഷരങ്ങൾ,
2018 ന്യൂയോർക്ക് സിറ്റി ഫിലിം അവാർഡ് നേടിയ ഉഴുവി എന്നീ സിനിമകളോടൊപ്പം മറ്റ് നിരവധി സിനിമകൾ, പരസ്യങ്ങൾ, ഡോക്യുമെന്ററികൾ എന്നിവയ്ക്കും ഇദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു. പത്മഭൂഷൺ ഡോക്ടർ KJ യേശുദാസ്, റിക്കി കേജ് തുടങ്ങി നിരവധി പ്രമുഖരുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹം യമഹ വയലിൻസ്, റോളൻ ജപ്പാൻ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ അംഗീകാരത്തിനും അർഹനായിട്ടുണ്ട്. മ്യൂസിക് ക്യാൻ ചേഞ്ച് ലൈഫ് എന്ന സന്ദേശവുമായി സംഗീതയാത്ര തുടരുന്ന വിഖ്യാത വയലിനിസ്റ്റ് ശ്രീ മനോജ് ജോർജിന് ദേവമാതയുടെ ഹൃദയത്തിലേക്ക് സുസ്വാഗതം.